കുറെ നാളായല്ലേ ഞാൻ വന്നിട്ട്. അപ്പൊ ഇന്ന് ദീപാവലി ഡേ ആണ് കേട്ടോ. ചോദിച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ക്വിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ റെഡി ആയിട്ട് ഇറങ്ങിയത്. നേരെ താഴെ വന്നിറങ്ങിയപ്പോ ഏതൊക്കെയോ പിള്ളേർ നമ്മുടെ ക്ലിനിക്കിന്റെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് പടക്കം പൊട്ടിച്ച് ഓടി കളിച്ചോണ്ടിരിക്കുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോണത്. നമ്മൾ നേരെ പോണത് എങ്ങടാന്നറിയോ? ജയനഗർ 4th ബ്ലോക്കിലാണ് കേട്ടോ പോണ്. ആക്ച്വലി എല്ലാവരും അങ്ങോട്ട് പോകുന്ന ഷോപ്പിങ്ങിനാണ്, പക്ഷെ ഞാൻ ഷോപ്പിങ്ങിനല്ല കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെയുള്ള സകല കടയിലും കയറിയിട്ട് എല്ലാം നോക്കിയിട്ട് ഇറങ്ങാന്നുള്ള പ്ലാനാണ് കേട്ടോ എനിക്ക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു പോയാലും അവിടെ നിന്ന് വരുമ്പോ എന്തെങ്കിലും വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ വരുള്ളൂ. അവിടെ എത്തിയപ്പോ തന്നെ നേരെ ഈ കമ്മലിന്റെ മേലെ കേട്ടോ ഞാൻ ചെന്ന് കയറി കൊടുത്തത്. കുറച്ചേരം അതൊക്കെ തിരിച്ചു നോക്കിയിട്ട് നേരെ ഒരു കോഫി കുടിക്കാനാണ് കയറിയത്. വന്ന പാടെ നല്ല മഴക്കാറുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടായിണ്ടായിരുന്നു കേട്ടോ. ബൈക്കിൽ വന്നോണ്ട് മഴ കൊള്ളാതെ നേരെ തിരിച്ചെത്തണ്ടേ റൂമിൽ. നമ്മൾ നേരെ ജയനഗറിൽ നിന്ന് മടിവാളയാണ് കേട്ടോ പോയത്. അവിടെ നമ്മൾ തന്നെ ദിവ്യന്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തിനാ കാസിൽ കയറിയിട്ട് നല്ല കിടിലം മന്തി കഴിക്കാൻ വേണ്ടി. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓൾവേസ് ഞങ്ങളുടെ ഫേവറേറ്റ് മന്തി സ്പോട്ട് ആണ് കാസിൽ. ഓർഡറും കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞാലേ മന്തി കൈ കിട്ടുള്ളൂ. നല്ല പെരി അൽഫാം മന്തി ആണ് ഓർഡർ ചെയ്ത്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും മന്തി കഴിച്ചാൽ മാറുന്നുണ്ട് ഞാനിപ്പോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ടൊരു മന്തി കഴിക്കും. നമ്മൾ നാലുപേരും നല്ലോണം മന്തിയൊക്കെ അടിച്ചു കയറ്റിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കലാണ് പോയത്. ദിവ്യ രണ്ടാമത്തെ വട്ടമാണ് അവിടെ വന്ന് കോക്ടെയിൽ കുടിക്കുന്നത്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ അത് കുടിക്കാൻ. എപ്പം മടിവാള വന്നു കഴിഞ്ഞാലും ഈ ഷോപ്പിന്റെ മുന്നിൽ കൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ശർക്കരേന്റെ മുകളിൽ ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. ആൾക്കാർ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളിത് കഴിച്ചു നോക്കിയത്. അപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത് എല്ലാവരും എന്തിനാണ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നത്. ഇത്രയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടത്. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെയില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും പോയിട്ട് കുടിച്ചു നോക്കണേ. പിന്നെ ദീപാവലിയൊക്കെ അല്ലേ, കുറച്ച് പടക്കം പൊട്ടുന്നതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ. പിന്നെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം.